എന്താ ടെൻഷൻ? അല്ല ബോട്ടലിന് ആവശ്യമില്ലാത്ത ഊരി വെച്ചിട്ടുണ്ട്. എന്തിനാ? എന്താശാനെ എന്താണ് ഒരു ടെൻഷൻ? ടെൻഷൻ ഒന്നുമില്ല. ഞാൻ ആലോചിച്ചതേ, ഈ വണ്ടിയുടെ പണി കഴിയുമ്പോ ഏകദേശം ഒരു 50,000 രൂപ നമ്മുടെ കയ്യിൽ വരും. അല്ല അത് മുഴുവൻ എന്റെ പൈസ അല്ല, സാധനങ്ങൾ മേടിച്ചെന്നൊക്കെ ഉണ്ട്, പിന്നെ നിങ്ങളുടെ സാലറി ഒക്കെ ഉണ്ടായില്ലേ. പക്ഷെ അത് ഒരു മാസത്തേക്കൊന്ന് നമ്മള് ഒന്ന് സസ്റ്റെയിൻ ചെയ്താലേ, അതായത് ഇത് നേരെ സൊസൈറ്റിയിലേക്ക് അങ്ങോട്ട് ഫിക്സഡ് ഇട്ടാലേ ഒരു 350 രൂപയെങ്കിലും ആ ഒരു മാസം നമുക്ക് കിട്ടും. അല്ല നിങ്ങളുടെ സാലറി ഞാൻ അതിന്റെ ഉള്ളില് തരും, അത് വേറെ കാര്യം. അത് തരണല്ലോ. അത് തരും. പക്ഷെ എനിക്ക് കൃത്യമായിട്ടൊരു ഫിക്സഡ് ഒരു 50 രൂപ ഒരുമിച്ച് അവിടെ കൊണ്ടിടാൻ പറ്റും. അതിന്റെ മുകളിൽ ഒരു 350 ഉറുപ്പിക കിട്ടും. മനസ്സിലായില്ലേ? അതെ, ഈ സംഘങ്ങളെല്ലാം മുങ്ങി പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ 300 പോയി, എന്റെ ശമ്പളം പോയി. എന്തിനു വേണ്ടാത്ത പണി എടുക്കുന്നത്? ചെയ്തേ ഞാൻ പെയിന്റ് അടിച്ചേ. നെഗറ്റീവ് അല്ലാണ്ടൊന്നും വരില്ലേ. ആശാനെ ചായ കുടിച്ചു പോകാ. നീ ഇത് എത്രാമത്തെ ചായയുടെ കുടിക്കണേ? അവര് 5-6 കുടിക്കുമല്ലോ ദിവസം. അത് ആവശ്യമല്ലേ, നമുക്ക് ഊർജ്ജമല്ലേ ആശാനെ. ഇതെല്ലാം അടിക്കുമ്പോ എന്ത് ഊർജ്ജം എന്നാ നീ പറയണത്? എടാ ഞാൻ ഇവിടുന്ന് ഒരു 10,000-2,500 ഉറുപ്പ്യ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കണ്ട. എങ്ങനെയാണ് നിനക്ക് ശമ്പളം എന്താ? 750 ഉറുപ്പ്യാണ്. ഞാൻ കുടിക്കുന്നത് എന്താ? കട്ടൻ ചായയാണ്. എന്താ കാര്യം? എന്ത് കാര്യം? എടാ നീ കുടിക്കുന്ന ചായക്ക് കട്ടൻ ചായയുടെ വില അല്ല, 2 ഉറുപ്പ്യ കൂടുതലാ. ഞാൻ ഒരു ദിവസം കുടിക്കുന്ന ആ ഒരു കട്ടൻ ചായന്ന് 2 ഉറുപ്പ്യ ലാഭിക്കുമ്പോ എനിക്ക് മാസത്തിൽ എത്രയായി? 60 ഉറുപ്പ്യായി. ഇത് 10 മാസത്തേക്ക് എത്രയായി? 600 ഉറുപ്പ്യായി. നമ്മുടെ ഒരു ശ്രദ്ധ, നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടെ ജീവിച്ചാ നമ്മുടെ ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് നമുക്ക് നടത്തി പോകാൻ പറ്റും. എനക്ക് എന്ത് ഭംഗി കുറവല്ലേ? ഞാൻ പാൽ ചായ കുടിക്കുന്നുണ്ട്, വൈകുന്നേരം 60 അടിക്കുന്നുണ്ട്, നല്ല ഊർജ്ജം ആവുന്നുണ്ട്, വീട്ടിൽ പോകുന്നുണ്ട്, അടിപൊളി ആവുന്നുണ്ട്, വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ലല്ലോ. നിന്റെ ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നിനക്ക് നിന്റെ ഭാര്യ ഇപ്പൊ ഗർഭിണിയല്ലേ? അതെ, 3-ാം മാസം 10-ൽ പ്രസവിക്കും. അതിന്റെ ഒരു 6 മാസം കൂടി അങ്ങോട്ട് കഴിയുമ്പോ പ്രസവിക്കും. അത് ഉറപ്പല്ലേ? അത് ഇതാന്ന് പറയുമ്പോ ആവും, ഇപ്പൊ തന്നെ ആവും. അത് ഈ 6 മാസം എന്നൊക്കെ പറഞ്ഞ പറഞ്ഞിട്ട് വിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാവും. ആ സമയത്ത് ചെലവെന്താന്ന് വിചാരം? ചായ കുടിച്ചിരുന്നാ മതിയാ? അങ്ങനെയല്ല നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓള് പ്രസവിക്കട്ടെ, പ്രസവിക്കേണ്ട സമയത്ത് പ്രസവിക്കും. ചായ കുടിച്ചോ? ഞാൻ ഉണ്ടായിട്ടേ അല്ലല്ല, ഇതൊക്കെ മണ്ണിലാ പ്രസവിച്ചത് എന്റെ അമ്മ. ഞാനേ മനസ്സിലാവണവരടുത്താ പറഞ്ഞിട്ട്. എന്താണ് ചെലവുണ്ട്? ഒന്നും അറിയത്തില്ല, കള്ളൻ ലോട്ടറി അടിച്ചാ. ലോട്ടറി അടിച്ചു. മണ്ണേട്ടാ, അതൊരു ആകെ ഒരു 5,000 ഉറുപ്പിക കേസാത്. ഇതാ കുഴപ്പം. 40 ഉറുപ്പ്യ മുടക്കിയപ്പോ 5,000 ഉറുപ്പ്യ കിട്ടിയില്ലേ? അതിനിപ്പോ 100 രൂപ ആയാലും 5,000 ആയാലും ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ചെലവ് ചെയ്യണം, സമ്മാന തുക വേണം. അത് പറ്റില്ലാതെ പറയല്ലേ? ചിക്കൻ ബിരിയാണി അത് മേടിക്കാം. എന്നാ എല്ലാവർക്കും ഞാൻ കട്ടൻ ചായ കുടിക്കില്ല, അവിടുന്ന് എല്ലാവരും ഓരോ കട്ടൻ ചായ കുടിച്ചോ. കട്ടൻ ചായ അല്ലാതെ ഈ 5,000 ഉറുപ്പ്യ ഈ പൈസ ചെലവാക്കുമല്ലോ, അറിയണമല്ലോ. കേട്ടോ, ഇത് എന്റെ കണ്ണ് പറ്റണല്ലേ, കണ്ണട മേടിച്ചു വെച്ച് ഇങ്ങനെ കിടന്ന് വായിക്കണ്ട ഏട്ടാ. 3 ബൂസ്റ്റ്. ബൂസ്റ്റ് 3 ആയിക്കോട്ടെ. ബൂസ്റ്റ് അല്ല എല്ലാവർക്കും? ബൂസ്റ്റ് എനിക്ക് വേണ്ടട്ടാ. എനിക്ക് ബൂസ്റ്റ് വേണ്ട, എനിക്ക് കട്ടൻ ചായ മതി. 12 രൂപ ഈ ഒരു വടക്ക്. നീ കഴിക്കണ്ട, കാശ് ഞാനാ കൊടുക്കണ, വേണമെങ്കിൽ കഴിക്കും. ഞാൻ പറഞ്ഞതാണ് ചേട്ടാ. ഈ ഇലയുടെ ഇല മാത്രല്ലേ ഉള്ളൂ, കേട്ടാ. നിങ്ങൾ ഇന്നലെ നമ്മുടെ ആ സുമേഷ് ചേട്ടനോട് ഇങ്ങനെ സെക്യൂരിറ്റി പണിക്ക് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എവിടെയാണ്? അത് സൂപ്പർ മാർക്കറ്റില്. അല്ല അവിടെ ആവശ്യമുണ്ടോ? അവിടെ ഒരാൾ ആവശ്യമുണ്ട്. ആളുണ്ട്. ഞാൻ തന്നെ പണി മതിയാക്കാം.
അല്ല അത് ഇവിടെ വൈകുന്നേരം വരെ നിന്ന് പിന്നെ പിന്നെ പിള്ളേരാരെങ്കിലും നിൽക്കുമല്ലോ, നമുക്ക് രാത്രി നിൽക്കാലോ അവിടെ. നൈറ്റാ ആ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് നീ നൈറ്റ് ഉറങ്ങാണ്ട് അവിടെ പോയി സെക്യൂരിറ്റി പണി ചെയ്യാൻ പോണം. ഇത് നിനക്ക് പ്രാന്തണ്ടടാ? ഉറങ്ങാൻ ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്നാലും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കൊന്നുമില്ല എന്റെ വന്നതേട്ടാ. അതിപ്പോ അവിടെ ഇരുന്ന് ആലോചിച്ചാ പോരെ, മാസം ശമ്പളം കിട്ടും. കഷ്ടമാണ് ശീതള നിന്റെ കാര്യം, മഹാ കഷ്ടം. ഒരു കഷ്ടമില്ല എന്റെ മൺമതേട്ടാ. പല തുള്ളി പെരുവെള്ളം, അതാണ് എന്റെ കൺസെപ്റ്റ്. അവസാനം വെള്ളത്തിലാവും. വാ 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 ഇരിക്കി. എന്റെ ഇവിടെ പോകണത് ചേർന്നു. ആ നീ ഇപ്പൊ വന്നത് നന്നായി. ഞങ്ങളെ ആ തുണിക്കട വരെ ഒന്ന് പോവാനേ, തുണി എടുക്കാനേ. അതെ, അത് എടുത്തു കഴിഞ്ഞില്ലേ? ഇനി 2 ദിവസം കഴിഞ്ഞ കല്യാണമല്ലേ? അല്ല അതല്ല, ലിസ്റ്റ് ഇങ്ങനെ ഇട്ട് വന്ന് നോക്കിയപ്പോഴേ ഇവളുടെ വകയിലെ 2 വല്യമ്മമാരെ പേര് മറന്നുപോയി. അപ്പൊ അവർക്ക് കല്യാണത്തിന് മോള് കൊടുത്ത അനുഗ്രഹം മേടിക്കാൻ വേണ്ടി 2 സെറ്റ് സാരി എടുക്കണം. പ്രായവരെ അവർക്ക് കൊടുക്കേണ്ട അത്യാവശ്യം. പിന്നെന്താ വിളിപ്പിച്ചെന്നറിയോ? താലികെട്ട് കഴിഞ്ഞ ഓഡിറ്റോറിയത്തിലെ കല്യാണ ദിവസം 1000 പേർക്ക് സദ്യ 2 തരം പായസം കൊടുക്കും. അത് ഓക്കെ. അതിന് 15 പെണ്ണുങ്ങളും വേണം. അത് ഈ പായസം മേനകത്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിലേ പായസം നമുക്ക് ചിരട്ടയില കൊടുത്താലോ? ചിരട്ടയില? അയ്യേ, ചിരട്ടയില പായസം. ആടി ഞാനിപ്പോ ഈയിടെ കോഴിക്കോട് ഒരു കല്യാണത്തിന് പോയി. അപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോ ഉണ്ട് പായസം ചിരട്ടയില. അങ്ങനെ ചുരണ്ടി വൃത്തിയാക്കിട്ട് മിനുന്നിങ്ങനെ ചിരട്ടയെന്ന് തോന്നില്ല, അത്ര ഫിനിഷിംഗ് ആയിട്ടുള്ള ചിരട്ടയിലാണ് ഈ പായസം ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നത്. ഭയങ്കര വെറൈറ്റി അത്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ പരീക്ഷിക്കാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അത് കാശ് അധികം വരരുതിട്ടാ. കാശൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നല്ലേ? ഓക്കെ, എന്നാ ഇറങ്ങട്ടെ. ആവശ്യത്തിന് വിളിച്ചാൽ മതി. ആ ശരി ഓക്കെ. അല്ലെങ്കിൽ ആ പന്തലിന്റെ ആൾക്കാർ ഇന്ന് രാവിലെ വരാ പറഞ്ഞല്ലേ? നിങ്ങൾ വിളിച്ചില്ലേ പോരാ? ഞാൻ അവനോട് 2 ദിവസം മുമ്പ് തന്നെ പന്തലിടണം, മഴ പെയ്ത് കഴിഞ്ഞാൽ മുറ്റത്തൊക്കെ ചളിയാവും പറഞ്ഞതാ. നമ്മള് വിളിച്ച് ഓർമ്മിപ്പിക്കണ്ടേ? ഹലോ, ആ രാജപന്തല്ലേ? രാജനല്ലേ? ആ ഞാൻ സുഗതനാണേ. ആ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് അപ്പൊ ഇന്ന് രാവിലെ പന്തലിടം വരാ പറഞ്ഞല്ലേ? കല്യാണം ഓഡിറ്റോറിയത്തിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല, മുറ്റത്തൊരു പന്തലിടണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ആ ഉച്ചക്ക് വന്നോ, നാളെ തന്നെ പന്തൽ പണി കഴിയണം കേട്ടോ. ആ ശരി കല്യാണൊക്കെ ഒന്നും പറയണ്ട ശീതള. ക്ഷണൊക്കെ കഴിഞ്ഞില്ലേ? ക്ഷണൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഓരോ ലിസ്റ്റ് ഇട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോഴേ നമ്മൾ ഓരോന്ന് ഇങ്ങനെ വിട്ടുപോയി. അങ്ങനെ കല്യാണം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. വല്ലാതെ ചക്രശ്വാസം വലിച്ചുട്ടാ ഞാൻ. അല്ല, സ്വർണം കാര്യങ്ങളൊക്കെ? സ്വർണ്ണപ്പോ ഒരു 25 പവനാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതിലൊരു 10-15 പവന്റെ ഒക്കെ ബിൽഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പുറമെ ഒരു 10 പവനും കൂടി എടുക്കേണ്ടി വന്നു. ശരി. ഇപ്പൊ എത്ര ഇപ്പൊ റേറ്റ്? ഇപ്പൊ 66,800 ആയില്ലേ? ഇപ്പോ 66,800 പവന് 66,800. എന്താ ചെയ്യല്ലേ? അതെ, ഞാൻ ആ സഹകരണ ബാങ്കിലെ പ്രസിഡന്റ് രഞ്ജിത്ത് നമ്മൾ അറിയണ ഒരാളാണല്ലോ. അവനോട് ചെന്ന് സങ്കടമൊക്കെ പറഞ്ഞു നോക്കിയപ്പോ ഒരു 5 ലക്ഷം ഉറുപ്പ്യ അവിടുന്ന് കിട്ടി. നമ്മുടെ വീടിന്റെ ആധാരം വെച്ച് നോക്കിയപ്പോ 5 ലക്ഷം ഉറുപ്പ്യ കിട്ടി. അതും പിന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയും. പിന്നെ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ കുടുംബക്കാരെ അവരൊക്കെ സഹായിച്ച അങ്ങോട്ട് നടക്കും, അത്ര തന്നെ. അപ്പോ ഒരു കുട്ടീനെ കെട്ടിച്ചയക്കാ പറഞ്ഞാലേ ശരിക്കൊരു 10-20 ലക്ഷമൊക്കെ വരില്ലേ? പിന്നെ 20 ലക്ഷം സ്വർണത്തിന് തന്നെ എത്രയായി? എന്താ നീ അറിയാത്ത പോലെ പറഞ്ഞു? ഒരു കുട്ടീനെ കെട്ടിച്ചു വിടുക പറഞ്ഞ നിസാര പണി. സ്വർണ്ണൊക്കെ ഈ വിലക്ക് നിൽക്കും തോന്നുന്നുണ്ടോ? കൊല്ലം കൂടുന്നൊരു കൂടുതലേ. അപ്പൊ ഓഡിറ്റോറിയത്തിന് എത്രയെന്നാ കരുതിയത്? 60,000 ഉറുപ്പ്യായി. അവിടെ എണ്ണയാണ്ട് കൊടുക്കണേ. എന്തെങ്കിലൊക്കെ വഴി ഇങ്ങനെ കാണൂല്ലേ? അങ്ങനെ കാണും. ഞാൻ വന്നതേ സുധേട്ടാ, ഇപ്പൊ ഒരു ചതി പറ്റി എന്താ വെച്ചാല്, ഈ കല്യാണത്തിന്റെ അന്നേ ഞങ്ങളുണ്ടാവില്ല. സുമിത്രയുടെ ചേട്ടത്തിന്റെ മോളുടെ കല്യാണ. ഞങ്ങളിപ്പോ അന്നൊന്നും പറയാണ്ടാണ്.
അപ്പോ എന്നാ അവരെ പറഞ്ഞയച്ചിട്ട് ശീതളം തലേ ദിവസമെങ്കിലും ഇവിടെ നിന്നിട്ട് പോന്നേ. അപ്പൊ അവൻ ഞാൻ നോക്കാം, പക്ഷെ എങ്ങനെ അല്ല അത് ശരിയാ, കുടുംബക്കാരുടെ കാര്യത്തിന് നമ്മൾ തന്നെ വേണല്ലോ അല്ലേ. ഞാനപ്പോ ഇത് വേറൊന്നല്ല, വേറൊന്നും കരുതുകയും വേണ്ട. ഞാൻ വന്നേ കല്യാണത്തിരിക്കട്ടെ. അല്ല ഞാനത് ഞങ്ങള് മനസ്സിൽ ഇവന്റെ ഓരോ ഒന്നും കാര്യാക്കണ്ട. അപ്പൊ ഞാൻ അങ്ങടെ ഇറങ്ങാ. അപ്പൊ എല്ലാം ഭംഗിയാവട്ടെ. പ്രാർത്ഥന ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുക വെച്ചാൽ ഞാൻ ഒന്ന് അതിന്റെ ഇടയ്ക്ക് ഇറങ്ങും ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്നുമില്ല, എന്തായാലും ഒന്നും അല്ല കുടിക്കാൻ വെള്ളം ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഞാനിപ്പോ പോണ അവരൊക്കെ റെഡി ആയിരിക്കാണ്. അതെ കേട്ടോ. അപ്പൊ അങ്ങനെ ആവട്ടെ. ശരി, ചേച്ചിനോടൊക്കെ പറയൂട്ടോ. പറയാം. എന്നാ ശരി കേട്ടോ. ശരി ആയിക്കോട്ടെ. എടി കവറിന് കനൊന്നുമില്ലല്ലോ, ഇതില് കാശ് കുറവാന്നാണ്. അല്ല അവനെ അർക്കീസ് ചെയ്തളെന്ന് എല്ലാരും വിളിക്കേ. അവന്റെ പ്യാരിയുടെയും പെങ്ങളുണ്ട്, അവളുടെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു. അന്ന് ഞാൻ 250 ഉറുപ്പ്യ വെച്ച്. അവന്റെ സ്വഭാവം അനുസരിച്ച് ഇതിലൊരു 300 കാണും ചിലപ്പോ. എന്നാ വാതിലടക്കാൻ നോക്കടി, പോവാൻ നോക്കാം നമുക്ക്. 4000 ഉണ്ടല്ലോ. എന്തേ 4000 രൂപ ഉണ്ടെന്നേ. ഇതെന്താ അവന് പറ്റി? അല്ലടി ഞാൻ അവന്റെ ഭാര്യയുടെ ചേച്ചിയുടെ കുട്ടിയുടെ കല്യാണത്തിന് കൊടുക്കാൻ വെച്ച കാശ് എങ്ങനെ മാറിപ്പോയോ? നീ അത് മടക്കി കയ്യിലേക്ക് വാതിലടക്കി പോവാ.